നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ പേരിനോ അതുപോലെ അഡ്രസ്സിനോ ഡേറ്റ് ഓഫ് ബർത്തിനോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് എങ്ങനെ തിരുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ എടുത്തിട്ട് പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്താൽ പരിവാഹൻ.gov.in എന്നുള്ള വെബ്സൈറ്റ് കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഓൺലൈൻ സർവീസസിലെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. കേരള സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈസൻസുമായി ബന്ധപ്പെട്ട കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ അപ്ലൈ ഫോർ ചേഞ്ച് ഓഫ് അഡ്രസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നാൽ കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരിക. അവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ച കോഡും കൊടുത്താൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഗെറ്റ് DL ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ താഴോട്ട് വന്നാൽ ഒരു കൺഫർമേഷൻ പേജാണ്. അവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയാണ് അതെന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള പേജാണ്. അവിടെ സെലക്ട് ചെയ്യുന്നിടത്ത് യെസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതാണ് RTO ഓഫീസ് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഇവിടെ എംപ്ലോയർ കാറ്റഗറിയിൽ സാധാരണക്കാരാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. അതെല്ലാം മറ്റ് കാറ്റഗറിയിൽപ്പെട്ട എയർപോർട്ട് ഡിഫൻസ് ഒക്കെ ആണെങ്കിൽ അത് ഏതാച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡെലിവറി ചെയ്യുന്ന അഡ്രസ്സ് അവിടെ പറയും. അത് ഓക്കെ ആണെന്ന് വെച്ചാൽ അത് ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്ച കോഡ് കൊടുത്തിട്ട് ജനറേറ്റ് OTP സെലക്ട് ചെയ്യുക. അതിനുശേഷം മൊബൈലിലേക്ക് വരുന്ന OTP ഇവിടെ കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡും കൊടുത്തിട്ട് സബ്മിറ്റ് OTP കൊടുക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടത് വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്യുക. ഓരോ സർവീസിനും പ്രത്യേകം ചാർജ് ഈടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സർവീസസ് നമുക്ക് ഇടതുവശത്ത് ഇങ്ങനെ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പേര് മാറ്റുന്നതിൻ്റെ കാര്യത്തിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. മാരേജ് രജിസ്ട്രേഷനും അതുപോലെ മിസ്ലേനിയസും. ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മാരേജ് രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. അതല്ല മറ്റുള്ള ആവശ്യത്തിനാണെന്ന് വെച്ചാൽ മിസ്ലേനിയസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മിസ്ലേനിയസ് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്താണോ പേര് മാറ്റുന്നതിൻ്റെ റീസൺ എങ്കിൽ അത് നമ്മളിവിടെ ബ്രീഫായിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാറ്റം വരുത്തിയ പേര് ഫസ്റ്റ് നെയിം ആയിട്ടും അതുപോലെ മിഡിൽ നെയിം ആയിട്ടൊക്കെ തെറ്റാതെ നമ്മൾ ഇവിടെ കൊടുക്കുക. അതേപോലെ നമുക്ക് അഡ്രസ്സിലാണ് മാറ്റം വരുന്നതെങ്കിൽ നമ്മൾ അഡ്രസ്സിൻ്റെത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണാം പെർമനൻറ്റും പ്രസൻറ്റും എല്ലാം കാണാം. അപ്പോൾ രണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോത്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുത്തിട്ട് നമ്മൾ അഡ്രസ് പ്രൂഫും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലാണ് മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ ഇതുപോലെ 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ലൈസൻസിലെ ഫോട്ടോയോ സിഗ്നേച്ചറോ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാറ്റം വരുത്താം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകാം. അതേപോലെ നമ്മളിവിടെ സെലക്ട് ചെയ്ത ഓപ്ഷൻസ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മൈനസിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ പേര് മാത്രമാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മിസ്ലേൻ സെലക്ട് ചെയ്തു. അതേപോലെ അവിടെ എന്താണോ റീസൺ അതേപോലെ അതിൻ്റെ റീസൺ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫസ്റ്റ് നെയിം അതുപോലെ മിഡിൽ നെയിം എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ എഫക്റ്റീവ് ഫ്രം എന്നുള്ള ഓപ്ഷൻ കാണാം. അത് പേര് എന്ന് മുതലാണ് നമ്മൾ മാറ്റം വരുത്തിയത്, അതായത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുത്തിയിട്ടാണ് നമ്മുടെ പേരിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഫോം 1 ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ താഴെ കാണുന്ന ഡിക്ലറേഷനിലേക്കാണ് പോകുന്നത്. അവിടെ കുറേ ക്വസ്റ്റ്യൻസ് കാണാം. നമ്മൾ രണ്ടാമത്തേൽ മാത്രം എസ് കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം നോ കൊടുക്കുക. അതിനുശേഷം ഐ ഹിയർ ബൈയിൽ ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് വരിക. വീണ്ടും നമ്മൾ ഡിക്ലറേഷൻ പേജിലോട്ടാണ് വരുന്നത്. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് കാണാം. അതിലെല്ലാം നമ്മൾ ടിക്ക് കൊടുത്തതിന് ശേഷം താഴെ നമ്മൾ വില്ലിംഗ് ടു ഡൊണേറ്റ് മൈ ഓർഗൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ കാണാം. അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. എന്നിട്ട് അവിടെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അത് നമ്മൾ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഈ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് അത് നിന്ന് പോവുകയാണെങ്കിൽ നമുക്കത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്താലേ നമുക്കത് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എറർ സംഭവിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഈ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് കൊടുത്തിട്ട് ക്യാപ്ച കോഡും കൊടുത്ത് മുന്നോട്ട് പോവാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ കാണുന്ന ഡിക്ലറേഷനിൽ നമ്മൾ ടിക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക.
ഇവിടെ താഴോട്ട് വന്നാൽ ഡോക്യുമെന്റ് എന്നല്ല സെലക്ട് ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതെല്ലാം ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ പേരാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൂഫായിട്ട് നമ്മുടെ പാസ്പോർട്ടോ ആധാർ കാർഡോ ID കാർഡോ ഒന്നും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ 4 ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം നമുക്കത് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ ഡോക്യുമെന്റ് നമ്പറോ അതുപോലെ ഇഷ്യൂ ഡേറ്റ് ഒന്നും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ താഴെ പേരെഴുതി സൈൻ ചെയ്യണം. എന്നിട്ട് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. 500 KB താഴെയുള്ള JPG ഫയലോ PDF ഫയലോ ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ഡോക്യുമെന്റുകളും ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നമ്മൾ ക്യാപ്ച കോഡ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമ്മൾ പേയ്മെന്റ് ഓപ്ഷനാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. പ്രൊസീഡ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ നമുക്ക് 400 രൂപയാണ് അതിൻ്റെ സർവീസ് ചാർജ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ പേര് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് സെലക്ട് ചെയ്തത്. അത് നമുക്ക് 400 രൂപ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ ചാർജ് വരുന്നതായിരിക്കും. ഇവിടെ പേയ്മെന്റ് ഗേറ്റ്വേ എന്നുള്ളതിൽ നമ്മൾ ട്രഷറി സെലക്ട് ചെയ്യുക. എന്നിട്ട് പേ നൗ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ പേയ്മെന്റ് ഓപ്ഷനിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഒന്ന് പേയ്മെന്റ് ഗേറ്റ്വേ 1 ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു GRN നമ്പർ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇതും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് ഈ നമ്പറാണ് ഉപയോഗിക്കുന്നത്. റെഫറൻസിന് വേണ്ടിയിട്ട് ഈ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവും, നന്നായിരിക്കും. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒന്ന് വെച്ച് പേയ്മെന്റ് ചെയ്ത് പേയ്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേയ്മെന്റ് എല്ലാം സക്സസ്ഫുൾ ആയാൽ നമുക്ക് ഇങ്ങനെ ഒരു റെസിപ്റ്റ് കിട്ടുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ വശത്ത് കാണുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.